ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്, പരിപ്പും മുരിങ്ങയിലയും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് പരിപ്പ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളകും ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കണം. കുക്കറി വേണമെങ്കിലും വേവിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് വേവുന്ന പരിപ്പായതുകൊണ്ട് ഞാൻ ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറി വേണേൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് മൂടി വെക്കാം. ഈ സമയത്ത് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് ഒരു പിടുത്തം തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരുപാട് തേങ്ങ വേണ്ട, കാരണം പരിപ്പ് വെന്ത് കഴിയുമ്പോൾ അത്യാവശ്യം കൊഴുപ്പാവും. അപ്പോൾ ഒരു പിടുത്തം തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 2 അല്ലി ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, നമ്മൾ മഞ്ഞൾപ്പൊടി പരിപ്പിലും ഇട്ടിട്ടുണ്ട്, ഇതിലൊരു കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടിത് അരച്ചെടുക്കണം. നന്നായി ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ. ഇനി നമ്മുടെ പരിപ്പ് നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം. നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ശരിക്കും വെന്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ പരിപ്പ് ഏകദേശം വെന്തിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. പരിപ്പ് ഒരുപാടങ്ങ് വെന്ത് പോകരുത്, ഒരു പാകത്തിന് വേവ് നിൽക്കണം. അപ്പോൾ നമ്മൾ കുക്കറി വെച്ചാൽ ചിലപ്പോൾ ഒരുപാടങ്ങ് വെന്ത് പോകാനും ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ് വയ്ക്കണം. ഒരു ചെറിയൊരു കഷ്ണം പുളി ഞാനിതിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം വേണ്ട, അതിനൊരു ചെറിയൊരു പുളി മതി. അപ്പോൾ കുറച്ച് പുളി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വയ്ക്കാം. അപ്പോൾ പുളി ഇഷ്ടമില്ല എന്നുള്ളവർ പുളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിത് ഫുൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക്. അരപ്പ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. കുറച്ചധികം വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം, കാരണം കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ പരിപ്പിൻ്റെ ഒരു കൊഴുപ്പായിട്ട് നന്നായിട്ട് കുറുകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കറി ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഞാൻ കുറച്ച് ഒരു കപ്പോളം മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അത് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം മുരിങ്ങയില. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മുരിങ്ങയില ഇട്ടിട്ട് കുറേ നേരം കുക്ക് ചെയ്യാൻ പാടില്ല. കുറേ നേരം കുക്ക് ചെയ്യുമ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഓഫാക്കണം. അപ്പോഴത്തേക്കും ഇല വെന്ത് കിട്ടും. പെട്ടെന്ന് തന്നെ മുരിങ്ങയിലൊക്കെ പെട്ടെന്ന് തന്നെ വേവും. അപ്പോൾ ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് മുരിങ്ങയിലെല്ലാം പെട്ടെന്ന് തന്നെ വെന്തോളും. ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പരിപ്പ് മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റുള്ള കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.